ഹലോ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എന്താ ഇവിടെ രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുകയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉറക്കം ഇത്ര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് സ്കാനുള്ള ദിവസം ആയതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ പോയി ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാപ്പിയൊക്കെ ആയിട്ട് മുറിയിൽ പോവാം. ഒരു ഗുണം എന്താണ് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഇമെയിൽസ് എല്ലാം വായിച്ച് തീരും. കാരണം രാത്രി എനിക്ക് ഒത്തിരി ഇമെയിൽസ് വരാറുണ്ട്. അപ്പോൾ എനിക്കൊരു 3 മണിക്ക് ഞാൻ വായിക്കാൻ തുടങ്ങി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഇമെയിൽസ് എല്ലാം ഞാനത് ആൻസർ ചെയ്ത് കഴിയും. പിന്നെ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ഉറങ്ങും. എന്നിട്ട് പിന്നെ ചെയ്യും. പിന്നെ നമുക്ക് സ്കാനുള്ള ദിവസമാണ്, അനോമലി സ്കാനാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഡ്രസ്സ് മാറിയിട്ട് സ്കാനിന് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ എല്ലാവരും പതിയെ എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട്, നേരം വെളുത്തു. അപ്പോൾ ഇതാണ് ഞാനിന്നിടുന്ന ഡ്രസ്സ്. ഇതൊരു പ്രഗ്നൻസി മെറ്റേണിറ്റി ലെഗ്ഗിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വയറിനൊക്കെ ചെറിയ സപ്പോർട്ടൊക്കെ കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഛർദിയൊക്കെ കുറഞ്ഞ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ പ്രഹസനമാണ് ഫുൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ UK ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ എപ്പോഴും സ്കാനൊന്നുമില്ല. ആകെ 2 സ്കാനാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് 12 വീക്കിലുള്ള ഡേറ്റിംഗ് സ്കാനും പിന്നെ 20th വീക്കിലുള്ള അനോമലി സ്കാനും. ഇങ്ങനെ 2 സ്കാനാണ് നമുക്ക് UK നമുക്കല്ലാതെ അങ്ങനെ ഗ്രോത്ത് സ്കാനൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു എക്സ്ട്രാ സ്കാനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വയറിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നിരുന്ന സമയത്ത് ഗബ്രിക്കുട്ടൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഫുൾ സ്വിമ്മിങ് ലെസൺസാണ്. അതുകൊണ്ട് അവൻ സ്വിംസ്യൂട്ടൊക്കെ അടിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് സോക്സ് ഇട്ട് തരുന്നതും ഷൂസ് ഇട്ടൊക്കെ തരുന്നതൊക്കെ ഗബ്രുവാണ്. എനിക്ക് കുനിയാൻ അത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അവന് ഇതൊക്കെ ചെയ്യാനായിട്ടൊരു സന്തോഷമാണ്. അപ്പം ഞാൻ അവന് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ഇട്ട് തരും. ആങ്കിൾ സോക്സ് ആയതുകൊണ്ട് അവൻ ആദ്യം ഇത്രയൊന്നും കഷ്ടപ്പെട്ടു. പിന്നെ സോക്സൊക്കെ ഇട്ടു തന്നു. അതിൻ്റെ ഇടയിൽ കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതെല്ലാം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇട്ട് തരുന്നത്. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ബേബിയൊക്കെ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ സ്കാനിലാണ് കേട്ടോ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, എന്താണെന്നറിയാമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കെട്ടിപ്പിടിച്ച് ഇരുന്ന് ഇനിയിപ്പം നമുക്ക് പതിയെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് വേണം എനിക്ക് റെഡിയായി ബാക്കി വെള്ളമൊക്കെ കുടിച്ച് റെഡിയായിട്ട് നമുക്ക് സ്കാനിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം വയലിലൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ആൾ കുറച്ച് നേരം എൻ്റെ കൂടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങളിപ്പോൾ പോവുകയാണ്. അവനെ സ്കൂളിൽ കൊണ്ടാക്കണം. എന്നിട്ട് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ഇവിടെ കുത്തിയിരുന്ന് വെള്ളം കൂടിയാണ്. ആക്ച്വലി ഈ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബ്ലാഡർ ഫുള്ളായിരിക്കണം എന്നുള്ള ഈ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം 12th വീക്കിലെ സ്കാനിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഛർദിയായിരുന്നു. ആ സമയത്ത് എനിക്ക് വെള്ളം എന്ന് പറയുന്ന സാധനം കുടിക്കാനേ പറ്റത്തുണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കണ്ട, വെള്ളം കണ്ട ഛർദിക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ എനിക്ക് ഒട്ടും വെള്ളം കുടിക്കാൻ പറ്റാതെ ഞാൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയ സമയത്ത് ഞങ്ങൾ കുറേ പ്രാവശ്യം ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ മിഡ് വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം പറ്റുന്നില്ലെങ്കിൽ സ്പാർക്ക്ലിംഗ് വാട്ടർ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് സോഡ കുടിക്കുമ്പം ഭയങ്കര അത് ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ സ്പാർക്ക്ലിംഗ് വാട്ടർ ആണ്, അത് ഭയങ്കര ഷുഗറിയുമാണ്. അങ്ങനെ എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കേണ്ടതെന്ന് ഓർത്ത് സ്പാർക്ക്ലിംഗ് വാട്ടർ ആയിരുന്നു കുടിക്കുന്നത്. അങ്ങനെ സ്പാർക്ക്ലിംഗ് വാട്ടറൊക്കെ കുടിച്ചാണ് ഞാൻ വയറ് നിറച്ച് 12th വീക്ക് സ്കാനിന് ഒരു കണക്കിന് ഞാൻ അവിടെ വരെ എത്തി. അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുൾ ഛർദ്ദിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ഇരുന്ന് കുറേയും കൂടെ കുടിച്ചു. പക്ഷേ എനിക്ക് ബ്ലാഡറൊന്നും ഫുള്ളായൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരടുത്ത് പറഞ്ഞ് രാവിലെ മുതൽ ട്രൈ ചെയ്യുന്നതാണ്, പക്ഷേ ഛർദ്ദി കാരണം ഒരു രക്ഷയില്ലാന്ന്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിപ്പോൾ ഇതിലെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമോ എന്നുള്ളത്. ഇപ്പോൾ ഛർദ്ദിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്ന് നമ്മളെങ്ങനെയൊക്കെയോ സ്കാൻ ചെയ്ത് കുറേ സമയം എടുത്താണ് സ്കാൻ ചെയ്തത്. ഈ പ്രാവശ്യം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് രാവിലെ 10:45 അപ്പം ഞാൻ ഏകദേശം റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ ഡയസ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഡയസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് റഗ്ബിയിലാണ് അപ്പോയിൻമെൻറ്റ്. അപ്പം നമുക്ക് അവിടെ പാർക്കിംഗ് ഒക്കെ കുറച്ചും കൂടി ഈസിയാണ്. കൊവൻട്രിയിലാവുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാകുമ്പോഴത്തേക്കും പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റഗ്ബി ആകുമ്പോൾ കുറച്ച് ഈസിയാണ്. അതുകൊണ്ട് എൻ്റെ സ്കാനും ബ്ലഡ് ടെസ്റ്റും ഒക്കെ എനിക്ക് റഗ്ബിയിലാണ് ഇവർ തന്നിരിക്കുന്നത്. പിന്നെ അനോമലി സ്കാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെർവസാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒന്നും അറിയാതെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിലങ്ങ് പോകാനാണ് താല്പര്യം. പക്ഷേ അവർ സമ്മതിക്കില്ലല്ലോ, നമുക്ക് സ്കാനൊക്കെ ചെയ്തില്ലേ പറ്റുള്ളൂ.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് എന്നെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം കുറച്ചറിയാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ അനോമലി സ്കാൻ മുമ്പ് എൻ്റെ മാനേജർ വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ മോൾക്ക് അനോമലി സ്കാൻ ചെയ്ത സമയത്ത് അവർ കൊച്ചിൻ്റെ ഹാർട്ടിൽ ഹോള് കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് കുറച്ചധികം സ്കാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ഫുൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു പ്രഗ്നൻസി മുഴുവൻ എന്നാണ് ആൾ പറഞ്ഞത്. പക്ഷേ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സ്കാനൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അത് ഒത്തിരി സീരിയസ് ആയിട്ട് എടുക്കേണ്ട. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും. പക്ഷേ നോർമലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയറ്റിനുള്ളിൽ വെച്ച് തന്നെ ഹീലാവും എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ പോയെങ്കിലും എനിക്ക് അന്ന് എന്താണെന്നറിയില്ല, അത്ര ബോധമില്ലാതിരുന്നതുകൊണ്ട് എനിക്കങ്ങനെ വലിയ സ്ട്രെസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ഏജും ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു നെർവസ്നെസ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടെ ഹോസ്പിറ്റലിലെത്തി. നമ്മൾ കാറ് പാർക്ക് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് മാപ്പ് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ പോലെയല്ല, കുറേ അധികം ബിൽഡിങ്സ് ഉണ്ട്. അവിടെയൊന്നും ചോദിക്കാനും ആരുമില്ല. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഡയറക്ഷൻസും അത്ര ഒരു സുഖമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുക്കാൻ വന്നിട്ട് 1 മണിക്കൂർ ഞാൻ ഇതിലെ തേരപാര നടന്നതിന് ശേഷമാണ് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമ്മളൊരു നേഴ്സിനെ കണ്ടു. പുള്ളിക്കാരി ഇവിടെ നേരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സ്പെക്സ് വണ്ടിയിൽ വെച്ച് മറന്നുകൊണ്ട് സൺഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഡയസ് എന്തായാലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അല്ലെ പിന്നെ സ്കാൻ ചെയ്യാൻ കയറുമ്പോൾ ഒന്നും കാണില്ലല്ലോ. അങ്ങനെ മൂഷിയ സ്ത്രീ വീണ്ടും മൂഷിയ സ്ത്രീയായി. നമ്മൾ സ്പെക്സ് ഒക്കെ കിട്ടി. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതിനിടയിൽ ഒരു കോമഡി ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് എന്നെ ഒരു മിഡ് വൈഫ് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. വേറെ ആരോ ആണെന്ന് വിചാരിച്ചിട്ട്. അവരെത്ര 32 വീക്സ് എന്തോ പ്രഗ്നൻ്റ് ആണ്. ഞാൻ 20 അല്ലേ ഉള്ളൂ. അപ്പോൾ അവരെന്നോട് 32 വീക്സിലെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം എന്താ അറിയാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കഴിഞ്ഞ് എന്നോട് പേര് ചോദിച്ചു. പേര് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർക്ക് ആൾ മാറിപ്പോയിന്ന്. എന്താ അല്ലേ. എനിവേ, എന്നിട്ട് നമ്മൾ വീണ്ടും വന്ന് കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം കൂടി ഉണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിനകത്ത് ഫോട്ടോയും ക്യാമറയൊന്നും പറ്റില്ല, ഫോണൊന്നും അലൗഡ് അല്ല. സ്കാൻ കഴിഞ്ഞതാ. ഇപ്പോൾ എന്നെ കുറച്ച് കഴിഞ്ഞില്ല, പകുതിയായി. എന്നെ ഒരു 20 മിനിറ്റ്സ് നടക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അവർ ഉറങ്ങുവാണെങ്കിൽ ബാക്കി എടുക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ സ്കാൻ കഴിഞ്ഞിറങ്ങി. അവിടുത്തെ തന്നെ ക്യാൻറ്റീനിൽ നിന്ന് നമ്മൾ ബർഗറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. സ്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സ്കാൻ മുഴുവനായിട്ട് കഴിഞ്ഞില്ല, നമ്മുടെ ടൈം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞ് വിടുകയാണ്. അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയില്ല. എസ്പെഷ്യലി അവർക്ക് ഏതോ ഒരു വെയിൻ കാണാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് 22 വീക്സിലേക്ക് നമ്മുടെ സ്കാൻ വീണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ വലുതാവും. പിന്നെ എപ്പോഴും സ്കാൻ ചെയ്യുന്ന ആൾക്കാരുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലല്ലേ ഇത് നടക്കുകയുള്ളൂ. എൻ്റെ കുട്ടികളെല്ലാം എന്താണെന്നറിയില്ല, തീരെ സഹകരിക്കാറില്ല. ഗബ്രൂൻ്റെ കേസിലും ഇത് തന്നെയായിരുന്നു. അന്ന് അവർക്ക് ഞങ്ങളുടെ സ്കാൻ കഴിഞ്ഞുള്ള സ്ലോട്ട് ക്യാൻസലായി പോയതുകൊണ്ട് അന്ന് എന്നെ കുറേ നേരം നടക്കാനൊക്കെ വിട്ട് തിരിച്ച് വന്ന് ഇവൻ ഉറങ്ങിയതിന് ശേഷമൊക്കെയാണ് അന്ന് സ്കാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യവും തീരെ സഹകരണ മനോഭാവം ഉണ്ടായിരുന്നില്ല. കൈവച്ച് ഹാർട്ടിൻ്റെ ഭാഗം മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ കുറേ പരിശ്രമിച്ചു, അടക്കാൻ വിട്ടു. ഇതിനിടയിൽ ബ്ലാഡർ എംറ്റി ചെയ്യിപ്പിച്ചു, എന്നെ തലയും കുത്തി കിടത്തി, ഹിപ്പ് വെച്ച് കുറേ എക്സസൈസ് ഒക്കെ ചെയ്യിച്ചു. എന്നിട്ടൊന്നും കിട്ടിയില്ല. അവസാനം നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പം ടൈമില്ല, അടുത്ത ആൾ വരാറായി, എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇനി 2 വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ ബാക്കി സ്കാനുണ്ട്. ഇതേ ടോർച്ചർ തന്നെ അപ്പോഴും. അപ്പം നമ്മൾ ഇന്ന് 22 വീക്ക് ആയി. അപ്പം നമ്മളുടെ 20 വീക്ക് സ്കാനിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവർക്ക് മസ്റ്റായിട്ടും 23 വീക്സിന് മുമ്പ് ഈ സ്കാൻ ചെയ്ത് തീർക്കണം എന്നുണ്ട്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനാറ്റമി അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് എന്തെങ്കിലും സ്ട്രക്ചറൽ ഇഷ്യൂ എന്തെങ്കിലും അനോമലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും കുട്ടി വലുതാകുമ്പോഴത്തേക്കും ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. ഇവർ പറയുന്നത് ചെറുതായിരിക്കുമ്പോഴാണ് ബെറ്ററായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പം നമുക്കിന്ന് 22 വീക്കിൻ്റെ സ്കാനിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ എൻ്റെ റഗ്ബിയിലുള്ള എൻ്റെ അപ്പോയിൻമെൻറ്റ് അവർ ക്യാൻസൽ ചെയ്തിട്ട് അതിന് പകരം എനിക്ക് കൊവൻട്രിയിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വേറൊരു അപ്പോയിൻമെൻറ്റാണ് തന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഞാൻ സ്കാനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നും ഞാൻ നിറച്ച് വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് സ്കാൻ ചെയ്യുന്ന ആൾ സെയിം തന്നെയാണ്,
പക്ഷേ ഹോസ്പിറ്റൽ വേറെയാണ്. അങ്ങനെ നമ്മളിന്ന് സ്കാൻ ചെയ്തു, ഫിനിഷ് ചെയ്തു, അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം സ്കാൻ തുടങ്ങി ഒരു 5 മിനിറ്റ്സ് തന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കണ്ടു കേട്ടോ, ഞാൻ വെയിൻ എനിക്ക് കാണേണ്ടതെല്ലാം ഞാൻ കണ്ടു, പക്ഷെ അവർക്ക് പിക്ചേഴ്സ് എടുക്കണം. അപ്പോൾ അത് കിട്ടുന്നില്ല. അവർ പറയുന്നു ഒന്നാമത് വെകിളി പിടിച്ച കൊച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനകത്തിരിക്കുന്ന സാധനമാണല്ലോ പിക്ചർ എടുക്കേണ്ടത്. അപ്പോൾ അവർക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അത് കിട്ടി. അങ്ങനെ എല്ലാം അവർക്ക് കിട്ടിയതുകൊണ്ട് നമ്മളെ തിരിച്ച് പറഞ്ഞ് വീട്ടിൽ വിടുവാണ്. കൂടെ 2-3 ഫോട്ടോസും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതും വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ 20 വീക്ക് സ്കാനിൻ്റെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.